മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടിയാണ് ടെലഗ്രാം നിരോധിച്ചത്. അതായത് നീറ്റ് പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ ടെലഗ്രാമിന് താൽക്കാലികമായി ഏർപ്പെടുത്തിയിട്ടുള്ള നിരോധനം, IT ആക്ട് പ്രകാരമുള്ള നിരോധനം ശരിവച്ചിരിക്കുന്നു ഡൽഹി ഹൈക്കോടതി. ബി ബാലഗോപാലാണ് വിവരങ്ങളുമായുള്ളത്. ബാലു, കോടതി ഈ വിഷയത്തിൽ ഇടപെടാത്തത് ഏത് സാഹചര്യത്തിലാണ്? ടെലഗ്രാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹി ഹൈക്കോടതി നടന്ന വാദത്തിൽ പറഞ്ഞിരുന്നത് IT ആക്ടിന്റെ അടിസ്ഥാനത്തിൽ, ചട്ടങ്ങൾ അടിസ്ഥാനത്തിൽ തങ്ങളെ ഏകപക്ഷീയമായി നിരോധിക്കാൻ വേണ്ടി കഴിയില്ല എന്നതായിരുന്നു. എന്നാൽ ഈ വാദമാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി നിരാകരിച്ചിരിക്കുന്നത്. ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് IT ആക്ടിലെ 69A ചട്ടപ്രകാരം ഈ ടെലഗ്രാം ടെലഗ്രാമോ ഏതെങ്കിലും സാമൂഹ്യ ആപ്പ് നിരോധിക്കുന്നതിനോ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ നീറ്റ് പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ ടെലഗ്രാമിനെ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം അത് ശരിവച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നത്. നീറ്റ് പരീക്ഷ അവസാനിക്കുന്നത് വരെയാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുവരെ ഈ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് സർക്കാരിന് അധികാരമുണ്ട് എന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കോടതിയിൽ ടെലഗ്രാമിനെതിരെ അതിഗുരുതരമായ പല പരാമർശങ്ങളും കേന്ദ്ര സർക്കാർ നടത്തുകയും ചെയ്തിരുന്നു. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ പറഞ്ഞിരുന്നത് തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ അവരുടെ കേന്ദ്രമായി ടെലഗ്രാം മാറിയിരിക്കുന്നു എന്നതാണ്. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ പ്രചരിപ്പിക്കുന്നതിൽ ടെലഗ്രാം എന്ന ആപ്പിന് നിർണായകമായ പങ്കുണ്ട് എന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. പുതുയുഗത്തിൽ അതൊരു ഈ ഡാർക്ക് വെബ് ആണ് എന്നാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ടെലഗ്രാമിന്റെ ഹർജി ഇപ്പോൾ തള്ളിക്കൊണ്ട് ഡൽഹി ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ശരിവച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്ന. ഉത്തരവിന്റെ പൂർണ്ണ രൂപം പുറത്തു വന്നിട്ടില്ല. പക്ഷേ കോടതി പ്രത്യക്ഷമായി പറഞ്ഞിരിക്കുന്നത് IT ആക്ടിലെ 69A പ്രകാരം ഇത്തരത്തിൽ നിരോധനം പ്രഖ്യാപിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട് എന്നതാണ്. വിധിയുടെ പൂർണ്ണ രൂപം ലഭ്യമാകുമ്പോൾ മാത്രമാണ് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അല്ലെങ്കിൽ പറയാൻ വേണ്ടി കഴിയുള്ളൂ. ശരി, ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. IT ആക്ട് പ്രകാരം ഏർപ്പെടുത്തിയിട്ടുള്ള ടെലഗ്രാം നിരോധനത്തെ ഡൽഹി ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു.